ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഫ്താറിലേക്കും അതുപോലെ നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മൾ ഒട്ടും ഷുഗർ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കണേ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് വലിയ ആൾക്കാർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലഡ് റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ കസ്റ്റേർഡ് പൗഡറോ അതുപോലെ ഷുഗർ ഒന്നും ചേർക്കാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കേട്ടോ നമ്മളിന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ സമയം ഒട്ടും കളയണില്ല, നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇന്ന ഫ്രൂട്ട്സ് ഒന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ 1 കപ്പ് പേരയ്ക്ക ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 1 കപ്പിൽ ഞാൻ തണ്ണിമത്തൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 1 കപ്പ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഫ്രൂട്ട്സ് ആട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. പിന്നെ അതുപോലെ ഞാൻ 1 കപ്പ് മുന്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. മുന്തിരി ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ കഴുകിയെടുക്കണം. ഭയങ്കര പെസ്റ്റിസൈഡ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ പക്ഷേ ഈ ഫ്രൂട്ട് സാലഡിന് അതൊരു മസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുക. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു മാതളമുണ്ട്, അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ബ്ലഡൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഡെയിലി മാതളം കഴിക്കുന്നതൊക്കെ നല്ലതാട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ് നട്ട്സ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ കയ്യിലുള്ള നട്ട്സുകൾ എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഡേറ്റ്സ് ആണ് കേട്ടോ ആഡ് ചെയ്യണേ. പിന്നെ ഷുഗറിന് വേണ്ടി നമ്മൾ കുറച്ച് ഒരു ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട കേട്ടോ, 1 സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും, അതിന് വേണ്ടി കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കിട്ടണം നമുക്ക്. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ഹണി എല്ലാത്തിലും ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് സെർവ് ചെയ്യാം, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു വെറൈറ്റി വേറൊരു കാര്യം കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് വഴിയെ കാണാം. അപ്പം നമുക്ക് അതിന് വേണ്ടി നമ്മളിത് ചെറിയൊരു ബൗളിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് കാണാം. അപ്പം അതിനായിട്ട് നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കി അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് കുറച്ച് തണ്ണിമത്തനും അതുപോലെ കുറച്ച് മാതളം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതെ ഇതുപോലത്തെ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഷുഗറൊന്നും വേണ്ട കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ആ ഒരു മധുരം കൂടി നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടി ഹെൽത്തി ആയി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചിയാ സീഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ 2 സ്പൂൺ ചിയാ സീഡും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആയി കഴിക്കാനും നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. നമ്മൾ ഷുഗറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണേലും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ ഇപ്പം നല്ല ചൂടുകാലമല്ലേ, അപ്പോൾ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സാലഡ് തന്നെയാണ് കേട്ടോ. ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബുകൾ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.